ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാത്തഫൈൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് 1 മോഡൽ എക്സാമിൻ്റെ 9ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈസ് ഈക്വൽ ടു 1 2 3 4 5 6, ബി 2 സെറ്റ്സ്. അപ്പോൾ 2 സെറ്റ് നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം എ ടു ബി? ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് എത്ര റിലേഷൻ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചോ? 2 റേസ് ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. അപ്പോൾ ആൻസർ എന്താ വരിക? 2 റേസ് ടു എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3. എത്ര എലമെൻറ്റ്സാണ്? 3. സോ ഇൻറ്റു ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6. സോ ആൻസർ എന്ത് വരും? 2 റേസ് ടു 18. അത് മതി, അത്ര എഴുതിയാൽ മതി. സോ നമ്പർ ഓഫ് റിലേഷൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 റേസ് ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതിന് ഏത് ഫോമിലേക്ക് മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. റോസ്റ്റർ ഫോം പറഞ്ഞാൽ ഇത് എലമെൻസിനെ എടുത്ത് എഴുതുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ റിലേഷൻ ഇതാണ്: സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി, എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. അതായത് ഒരു റിലേഷനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർഡേർഡ് പേഴ്സ് ആയിരിക്കും. അത് ഫസ്റ്റത്തെ എലമെൻറ്റ് ഫസ്റ്റ് സെറ്റ് എന്നും രണ്ടാമത്തെ എലമെൻറ്റ് രണ്ടാമത്തെ സെറ്റ് എന്നും. ഇവിടുന്ന് ഫസ്റ്റത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എയിലെടുക്കണം, സെക്കൻഡ് എലമെൻറ്റ് ബിയിലെടുക്കണം. അഥവാ എക്സ് എയിലും വൈ ബിയിലും. പക്ഷെ അത് എടുക്കുമ്പോഴുള്ള കണ്ടീഷൻ എന്താ? അവ രണ്ടും മൈനസ് ചെയ്താൽ എക്സ് മൈനസ് വൈ, അതായത് ആ 2 എലമെൻറ്റ്സ് മൈനസ് ചെയ്താൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ നമ്മൾ എന്ന് ഫസ്റ്റത്തെ എലമെൻറ്റ്സ് എടുക്കുക. ഏത് ഫസ്റ്റത്തെ എലമെൻറ്റ് ഏതാ? 1 എടുത്തു. അപ്പോൾ എന്ന് ഫസ്റ്റ് എലമെൻറ്റ് 1 എടുത്തു, കോമ 1ൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്പർ ഏതാ? ഏത് നമ്പർ എടുത്താലും അവ തമ്മിൽ മൈനസ് ചെയ്താൽ അതെന്തായിരിക്കണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അപ്പോൾ ഞാൻ 1, 1 എടുത്തു. 1 മൈനസ് 1 ആൻസർ എന്താ വരിക? 0. 0നെ ഏത് നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെർഫോർ നമുക്ക് എന്ത് പറ്റും? 1, 1. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് 1ൻ്റെ കൂടെ ഇനി വേറെ ഏതെങ്കിലും എലമെൻറ്റ് എടുക്കാൻ പറ്റുമോ? 1ൻ്റെ കൂടെ 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1, 3 എടുക്കാൻ പറ്റുമോ? 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2. 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ ഏതെടുക്കാൻ പറ്റുക? 4 എടുക്കാൻ പറ്റും. 1, 4. കാരണം 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -3 കിട്ടും. -3നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും അങ്ങനെ നമ്പർ എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ പിന്നെ അടുത്ത നമ്പർ എടുക്കേണ്ടതാ 2. ഏന്ന് 2 കൊടുക്കുക. 2ൻ്റെ കൂടെ ഏതൊക്കെ നമ്പർ കൊടുക്കാൻ പറ്റും? 2ൻ്റെ കൂടെ 2 കൊടുക്കാൻ പറ്റും. 2 മൈനസ് 2 0 ആണ്. 0നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? പിന്നെ 2ൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന നമ്പർ ഏതാ? 5 മാത്രം. 2 മൈനസ് 5 പറഞ്ഞാൽ -3. 3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എലമെൻറ്റ് 3 വെച്ചിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് പറ്റും? 3, 3 പറ്റും. 3, 6 പറ്റും. കാരണം ഇത് രണ്ടും മൈനസ് ചെയ്താൽ 3യുടെ മൾട്ടിപ്പിൾ കിട്ടുമല്ലോ. പ്ലസ്സോ മൈനസോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തത് 4 വെച്ചിട്ട് ഏത് മാത്രമേ പറ്റുള്ളൂ? 4 മാത്രം. 4 മൈനസ് 4 ഈക്വൽ ടു 0. വേറെ ഏതെങ്കിലും നമ്പർ എടുത്താൽ പറ്റുമോ? പറ്റും അല്ലേ? പക്ഷേ 4, 4 നമുക്ക് പറ്റുമോ? പറ്റൂല. കാരണം എന്താ? 4 ഏതിലില്ല? എയിൽ ഇല്ല അല്ലേ? ഫസ്റ്റ് എലമെൻറ്റ് ഏതിലാവണം? ഏത് എലമെൻറ്റ്സ് ആണോ? ഏതേ ഉള്ളൂ? 1 2 3. അപ്പോൾ 4 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഈ റിലേഷന് ഇത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഇനി അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇതിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ്. ഈസ് ആർ എ ഫംഗ്ഷൻ? തന്നിരിക്കുന്ന ഈ റിലേഷൻ, നമ്മൾ എഴുതിയ ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയണം. അതവിടെ എഴുതിയിട്ടുണ്ട്. ഒരു റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക? എവ്രി എലമെൻറ്റ് ഓഫ് എ ഹാസ് 1 and only 1 ഇമേജ് ഇൻ ബി. അതായത് ഏത്തെ എല്ലാ എലമെൻറ്റിനും ഇമേജ് ഉണ്ടായിരിക്കണം. അതേപോലെ അതൊക്കെ എന്തായിരിക്കണം? യുണീക്കായിരിക്കണം. ഒറ്റ ഇമേജ്. അതായത് എയിൽ 1 ഉണ്ടെങ്കിൽ 1ൻ്റെ ഇമേജ് എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ? ഒരൊറ്റ നമ്പറേ ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ടാമത്തെ നമ്പർ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷനല്ല. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 1ന് ഏതുണ്ട്? 1 ഉണ്ട്. 1ന് ഏതുണ്ട്? 4 ഉണ്ട്. 1ൻ്റെ കൂടെ 4 ഉണ്ട്. സോ 1ന് 2 ഇമേജ് ഉണ്ട്. അവരൊറ്റ കാരണം മതി അതെന്തല്ല? ഫംഗ്ഷനല്ല. ഒറ്റ എക്സാമ്പിൾ നമ്മൾ എഴുതാൻ കേട്ടോ. 1 ഹാസ് 2 ഇമേജ്. Therefore R is not a function. R is not a function. ഓക്കെ അല്ലേ? ഒരു എലമെൻറ്റിന് ഒരൊറ്റ
ഒറ്റ ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ എന്തുണ്ട്, 1നും 2ക്കും 3ക്കും എന്തുണ്ട്, 2 ഇമേജ് വീതമുണ്ട്. ദെയർഫോർ അതെന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ലീനിയർ ഇനീക്വാലിറ്റി എന്നുള്ള ചാപ്റ്ററത്തെ ക്വസ്റ്റ്യനാണ് അല്ലേ. സാധാ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ലീനിയർ ഇനീക്വാലിറ്റി നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, 5x - 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വായിക്കും. ഇനി നമ്മൾ എക്സ് കാണണം. എക്സിൻ്റെ പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് എന്താണ്, നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ എക്സിനെ കാണണം. എപ്പോഴും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിനെ കാണുമെന്ന് പറഞ്ഞാൽ എക്സിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ മാറ്റുക. അപ്പോൾ ആദ്യം ഈ -10 നമ്മൾ ഇങ്ങോട്ട് മാറ്റുക, സാധാ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ. ആകെ ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, 5x -10 അങ്ങോട്ട് പോകുമ്പോൾ അതെന്താവും, 5 + 10 ആവും. ദെയർഫോർ നമുക്ക് എന്ത് കിട്ടി, 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് കിട്ടി. ഇനി ഈ 5നെ അങ്ങോട്ട് മാറ്റണം. 5 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, ഇവിടെ എക്സ് മാത്രമാവും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15/5 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15/5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് കൊണ്ട് എക്സിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതാൻ പറഞ്ഞു. എക്സ് ഏതൊക്കെ പറ്റും, എക്സ് 3യേക്കാളും ചെറുതാവണം. കണ്ടീഷൻ വേറൊന്നും കൊണ്ട് എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്ന് തുടങ്ങും, 1 മുതൽ 2, 3. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയതുകൊണ്ട് 3 ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി അതേപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. 3 × 2x + 1 ഗ്രേറ്റർ ദാൻ 8x + 11. ഇതിന് നമ്മൾ ഇതേപോലെ സോൾവ് ചെയ്യണം. എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റണം, നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 3 × 2x എന്ത് വരും, 6x. ദെൻ 3 × 1 ബ്രാക്കറ്റിൻ്റെ ഉള്ളത് 2 നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ അതെന്ത് വരും, 6x + 3 ഗ്രേറ്റർ ദാൻ, ഇവിടെ ഒന്നും ചെയ്യാല്ല, 8x + 11. ഇനി നമ്മൾ ചെയ്യാൻ പോവുക, എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റണം. എക്സ് ഇല്ലാത്ത ടേമിനൊക്കെ ഒരു ഭാഗത്ത് മാറ്റണം. ഇനി നമുക്ക് ഇവിടുന്ന് 2 രീതിയിൽ ചിന്തിക്കാം. 8xനെ ഇങ്ങോട്ട് മാറ്റാം, 6xനെ അങ്ങോട്ടും മാറ്റാം. നമ്മൾ ഏതാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് 6x ചെറിയ എക്സിനെ വലിയ എക്സിലോടത്തേക്ക് മാറ്റാം. എന്നാൽ അവിടെ നെഗറ്റീവ് വരില്ല, കൂടുതൽ കൺഫ്യൂഷൻസ് വരില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 6xനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി അതിൻ്റെ കൂടെ തന്നെ ഈ 11നെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഓൾറെഡി 3 ഉണ്ട്. 6xനെ കൊണ്ടുപോയി, അപ്പോൾ ബാക്കി 3 ഉണ്ട്. ഇനി അവിടെ നിന്ന് 11 കൊണ്ടുവരുമ്പോൾ +11 എന്താവും, -11 ആവും. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ 8x ഓൾറെഡി അവിടെ ഉണ്ട്. ഈ 6xനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താവും, -6x ആവും. സോ ഇക്വേഷൻ എന്ത് വരും, 3 - 11 ഈക്വൽ ടു -8 ഗ്രേറ്റർ ദാൻ 8x - 6x. 8x നിന്ന് 6x കുറച്ചാൽ 2x കിട്ടും. ഇനി നമുക്ക് x കിട്ടണമെങ്കിൽ ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റണം. 2 ഇങ്ങോട്ട് മാറുമ്പോൾ എന്ത് വരും, ബൈ ആവും. -8/2 ഗ്രേറ്റർ ദാൻ x വിച്ച് ഈസ് ഈക്വൽ ടു -4 ഗ്രേറ്റർ ദാൻ x. നമുക്കൊന്നും കൂടി മനസ്സിലാവുന്ന രീതിയിൽ എഴുതണമെങ്കിൽ എക്സ് ആദ്യം എഴുതുക. എക്സ് ആദ്യം എഴുതുമ്പോൾ ഇനീക്വാലിറ്റി നമ്മൾ മാറ്റി എഴുതാം. -4 ഗ്രേറ്റർ ദാൻ x അല്ലെങ്കിൽ x ലെസ് ദാൻ -4. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ആ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്താൽ മതി. സോ ആൻസർ എന്താണ്, എക്സ് ലെസ് ദാൻ -4. -4നേക്കാളും ചെറിയ എക്സ്. അപ്പോൾ ഏത് നമ്പറും പറ്റും, -4നേക്കാളും ചെറിയ ഏത് നമ്പറും നമുക്ക് പറ്റും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാർക്ക് ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരയ്ക്കുക അറിയാലോ, ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിൽ നമ്മൾ അടയാളപ്പെടുത്തുക. -4 -1 -3 -5 -6 എക്സെട്ര. ഇങ്ങോട്ട് -3 -2 -1 എക്സെട്ര അങ്ങോട്ടും. -4നേക്കാളും ചെറുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, -4 മാർക്ക് ചെയ്യുക. ചെറുതായതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡാർക്കൻ ചെയ്യാം. -4 ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. അപ്പോൾ നമ്മൾ -4ൻ്റെ മുകളിൽ എന്ത് കൊടുക്കണം, ഒരു റൗണ്ട് കൊടുക്കണം. ദെൻ അതിൻ്റെ ലെഫ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.